സേതു, എടാ നീ എന്താ കട്ട് ചെയ്തേ? ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? Sorry, da. I didn't mean to hurt you. എടാ നീ വേണ്ടാത്ത പറഞ്ഞ നല്ല ചൂട്ടിട്ടാ. കുറച്ച് റെസ്റ്റ് എടുക്ക്. യു വിൽ ബി ഫൈൻ. I'm fine. നിന്റെ ഒറ്റയ്ക്കുള്ള ജീവിതമാണ് എല്ലാത്തിനെയും കുഴപ്പം. ജസ്റ്റ് കം ഔട്ട് ഓഫ് ദാറ്റ്. നിനക്കിപ്പോൾ വേണ്ടത് നിന്റെ ഫീലിംഗ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അല്ലാതെ ഈ ചീളേഴ്സ് എനിക്ക് പുറകെ കിടന്ന് എടാ അവളോട് പോകാൻ പറടാ. ഹലോ സാർ, സിഗരറ്റ്? യെസ്. സാർ വേറെ എന്തെങ്കിലും? നോ. ഡോ ഒന്നുമില്ല. ചെല്ല്. ഓ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനൊന്ന് ഒരുപാട് സംസാരിച്ചു. ഐ ഫീൽ മച്ച് ബെറ്റർ. നന്നായിട്ട് മനസ്സിൽ നിന്ന് പോണില്ലടാ. സേതു, നിന്നെ പോലെ സിൻസിയർ അവനൊന്നും അവൾക്ക് വേണ്ടടാ. എനിക്കിപ്പോഴും അറിയില്ലടാ അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന്. Why the hell did she choose me? എടാ നീ ഇത്ര സില്ലി ആവല്ലേ. ജസ്റ്റ് ലീവ് ഇറ്റ്. അന്നത്തെ ഐശ്വര്യന് ശേഷം നീ അവളെ കണ്ടിരുന്നില്ലേ? എടാ ഒന്ന് ഉമ്മച്ച് നേരത്തി അവിടെ വിഷയം നോക്കാൻ എന്തിനാ? സേതു, നിങ്ങൾ എടുത്തി അമ്മ എടുക്കല്ലേ? എടാ നമുക്ക് സമാധാനം ഉണ്ടാക്കടാ. ഇല്ലടാ, എനിക്ക് അവളോട് സോറി പറയണം. ആ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. തെറ്റെന്റെയാ. എടാ അത് എന്തേലും ആവട്ടെ, നീ ഇങ്ങനെ പെട്ടെന്ന് എങ്ങനെ ചെയ്തു? എടാ അതൊന്നും സാരില്ല. അവള് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹോട്ടലിൽ വിളിച്ചാൽ ചെക്കൗട്ടായി എന്നാ പറയുന്നത്. എനിക്ക് ഉറപ്പാ അവള് ബാംഗ്ലൂർ തന്നെ പോയി കാണും. എടാ അത് ആനന്ദ്, എനിക്ക് അവളെ നേരിട്ട് കണ്ട് സോറി പറയണം പ്ലീസ്. എടാ നീ എത്തി വിളിക്കണേ. ആ സേതു. മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. മോർണിംഗ്. നന്ദിത, എനിക്ക് അവളെ ഒന്ന് കാണണം. ഒത്തിരി ട്രൈ ചെയ്തു, കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ്. അതിന് നന്ദിത ഇവിടെ ഇല്ലല്ലോ. ഷീ വെക്കേറ്റഡ് യെസ്റ്റർഡേ. ആ സേതുവിന് തരാൻ പറഞ്ഞ് ഒരു കവർ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. മോൻ അവിടെ നിൽക്കുക, ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. സേതു, എനി പ്രോബ്ലം? ഇന്നലെ വന്നപ്പോൾ മുതൽ ആ കുട്ടി വളരെ ഡെസ്പായിരുന്നു. ഞങ്ങൾ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയാനും നിന്നില്ല. എങ്ങോട്ടാ പോയെന്നും വല്ലതും പറഞ്ഞു? അറിയില്ല, ദുബായിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ആ കുട്ടിയുടെ പേരൻസ് അവിടെയല്ലേ? ശരി, താങ്ക്സ്. ശരി. ഇനി എന്നെ അന്വേഷിച്ച് നീ വരരുത്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ്. You'll never be in my memories. I hate you. I'm sorry.
എന്നോടുള്ള സ്നേഹം അതെങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ലായിരുന്നു. I know I was wrong. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴി എനിക്ക് മനസ്സിലായി. എല്ലാം മറന്നിട്ട് നമ്മൾ നമ്മളായി ജീവിക്കുക. പക്ഷെ എനിക്കാവില്ല. നന്ദ, നീ എവിടെ ആയാലും I'm always there for you. ഹലോ സേതു, നന്ദ, സേതു, സേതു ഇപ്പൊ എവിടെയല്ലേ? ഞാൻ ഇവിടെ ബാംഗ്ലൂർ തന്നെ ഉള്ളത്. എനിക്ക് സേതുവിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാനിവിടെ കഫേ മെക്സിക്കോയിലുണ്ട്. ഞാൻ എത്തി. നന്ദ, സേതു, സേതു, ഐ ആം സോറി. എന്തിനാ സോറി പറയുന്നു? ഞാനല്ലേ സോറി പറയണത്. നന്ദ, ഐ റിയലി ലവ് യു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നന്ദേ. കരയല്ലേ? നന്ദ പ്ലീസ്. ആളുകൾ ശ്രദ്ധിക്കുന്നു. പ്ലീസ്. Are you okay? ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പോയത് എൻ്റെ പപ്പയുടെ അടുത്തേക്കാ, ദുബായിലേക്ക്. സേതുവിനെ കുറിച്ച് ഞാൻ ഒത്തിരി ആലോചിച്ചു. അപ്പോഴാണ് സേതുവിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പപ്പയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ പപ്പയ്ക്കൊരാഗ്രഹം സേതുവിനെ നേരിട്ട് കാണണമെന്ന്. സർപ്രൈസ് ആയിട്ട് പപ്പയോടൊപ്പം നിന്റെ അടുത്തേക്ക് വരാനിരുന്നതാ. പക്ഷെ എന്റെ പപ്പ ജയിലിലാ സേതു. എന്താ സംഭവിച്ചെന്ന് പറ. ദുബായിലും ഷാർജയിലും ഔട്ട്ലെറ്റുകളുള്ള സെറ ഫുഡ് പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി ചെക്കറായിരുന്നു എൻ്റെ പപ്പ. ഫുഡ് പ്രൊഡക്ട്സിൽ അഡൾട്രേഷൻ കണ്ടെത്തിയ പപ്പയ്ക്ക് സ്പോൺസർ പറയുന്നത് പോലെ കണ്ടിന്യൂ ചെയ്യാൻ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഫാക്ടറിയിൽ പെട്ടെന്നുണ്ടായ റെയ്ഡിൽ പപ്പയെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് ഐറ്റംസ് മാർക്കറ്റിൽ എത്തിച്ചതിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ കമ്പനി പപ്പയുടെ തലയിലേക്ക് ഇട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? കമ്പനിയുടെ ഗുഡ്വിൽ ഇല്ലാതാക്കിയതിന് സെറ്റിൽമെന്റായി 3 lakhs dirhams ആണ് അവർ ചോദിക്കുന്നത്. എനിക്കറിയില്ല സേതു എന്ത് ചെയ്യണമെന്ന്. Give me some time. We'll settle this ASAP. Okay? പപ്പയെ എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാം. But how, Sedu? How can we arrange such a big amount? Don't worry. Just leave it to me. You know what? I'll handle this. They say life runs on hopes. So is love. There's not a day that went by where I almost lost my hopes. But my love is true. Thank you, Nanda. My love is back. Thanks. ഞാൻ ഒരിക്കലും ഇത് മറക്കില്ല. കാര്യം നടക്കട്ടെ. അതിലേ ഇപ്പോൾ നമ്മുടെ ആവശ്യം. ഞാൻ തിരിച്ചു വരുന്നത് വരെ സേതു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ? എന്ന് കാണുമെന്നോ സംസാരിക്കാൻ കഴിയുമെന്നോ എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നിട്ടും
ഞാൻ കാത്തിരുന്നത് നന്ദ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പിലായിരുന്നു. I'll be waiting.